Hi, Entre-vous to Adulthood. പ്രായപൂർത്തി എത്തിയപ്പോൾ by Malini Chib. Friends, this is from A03, readings from the Fringes. Here is a brief intro. Malini Chib is an Indian disability rights activist and the author of One Little Finger, which is an inspirational autobiography. Malini Chib വിഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യക്കാരിയും വൺ ലിറ്റിൽ ഫിംഗർ എന്ന പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥയുടെ രചയിതാവുമാണ്. മാലിനി സഫേഴ്സ് ഫ്രം cerebral palsy, which is an impairment of the brain that makes body movements extremely difficult. ജനന സമയത്തുണ്ടായ സങ്കീർണതകൾ കാരണം സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥ ബാധിച്ചയാളാണ്. സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിന് പിടിപെടുന്ന ഒരുതരം തളർവാദം. ചലനശേഷി സ്ഥിരമായി നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ അത് സാധാരണ ഉണ്ടാക്കാറുണ്ട്. വൺ ലിറ്റിൽ ഫിംഗർ, published in 2011, is the story of a woman who defied all odds to emerge victorious in spite of crippling physical disability and an insensitive society. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെയും കനിവില്ലാത്ത ഒരു സമൂഹത്തെയും സധൈര്യം നേരിട്ട് ജീവിത വിജയം നേടിയ ഒരു വനിതയുടെ കഥയാണ് 2011 പുറത്തിറങ്ങിയ വൺ ലിറ്റിൽ ഫിംഗർ. Entre-vous to Adulthood is a chapter from her autobiography One Little Finger. Entre-vous to Adulthood എന്ന നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഇപ്പറഞ്ഞ ഓട്ടോബയോഗ്രഫിയുടെ ഒരു ചാപ്റ്ററാണ്. It discusses the narrator's visit to the University town of Berkeley and how much Berkeley inspired her. University town of Berkeley, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, അവിടേക്കുള്ള മാലിനി ചിബിന്റെ സന്ദർശനവും ഒരു വിഭിന്ന ശേഷിക്കാരിയായ തനിക്ക് ആ സ്ഥലം നൽകിയ പ്രചോദനത്തെ പറ്റിയുമാണ് ഈ പാഠഭാഗത്ത് വിവരിക്കുന്നത്. Well, this is a brief intro. Now, take a look at the essay. Here is the question. Discuss how Entre-vous to Adulthood, which is a chapter from Malini Chib's autobiography One Little Finger, breaks the barriers that restrict the life of disabled people. വിഭിന്നശേഷിക്കാരായ ആളുകളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിബന്ധങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇത് ഒന്ന് ചുരുക്കി വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Now, take a look at the answer. Here is paragraph number 1. Malini Chib is an Indian disability rights activist and author of One Little Finger, which is an inspirational autobiography. Entre-vous to Adulthood is a chapter from the book. It discusses the methods to break the barriers that restrict the life of disabled people. Entre-vous to Adulthood, One Little Finger എന്ന ആത്മകഥയിലെ ഒരു ചാപ്റ്ററാണ്. വിഭിന്ന ശേഷിക്കാരായ ആളുകളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിബന്ധങ്ങളെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ അതിജീവിക്കാം എന്ന് ഈ പാഠം വിശദമായി ചർച്ച ചെയ്യുന്നു. Well, this is paragraph number 1. Now, here is paragraph number 2. Malini Chib suffers from cerebral palsy, which is a disorder of the brain that makes body movements extremely difficult. മാലിനി ചിബ് സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ചയാളാണ്. തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന ഈ രോഗാവസ്ഥ കാരണം ശരീരത്തിന്റെ ചലനശേഷി വളരെ ബുദ്ധിമുട്ടിലാണ്. She took her first degree from Xavier's College, Mumbai. After her degree, she went for a short visit to the US in 1988. മുംബൈയിൽ Xavier's കോളേജിൽ നിന്ന് അവരുടെ ആദ്യ ബിരുദം അവർ കരസ്ഥമാക്കി. അതിനുശേഷം 1988 അമേരിക്കയിലേക്ക് ഒരു ഹ്രസ്വ സന്ദർശനത്തിന് അവർ പോയി. Well, this is paragraph number 2. Now, here is paragraph number 3. While visiting the University town of Berkeley, she found so many electric wheelchairs there. It was a very disabled friendly place. University town of Berkeley, ഓർക്കണം,
അത് യൂണിവേഴ്സിറ്റി കാലിഫോർണിയയുടെ മറ്റൊരു പേരാണ്. അവിടം സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ധാരാളം ഇലക്ട്രിക് വീൽ ചെയേഴ്സ് അവർ കാണുകയുണ്ടായി. അത് വളരെ വിഭിന്ന ശേഷി സൗഹൃദ സ്ഥലമായിരുന്നു. ഇൻ ദ യൂണിവേഴ്സിറ്റി ടൗൺ electric wheelchairs were in plenty. The wheelchairs had the right of way. അവിടെ അധികവും ഇലക്ട്രിക് വീൽ ചെയേഴ്സ് ആണുള്ളത്. ആ സ്ഥലത്ത് പ്രഥമ പരിഗണന ഇത്തരത്തിൽ വിഭിന്ന ശേഷിക്കാർ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് വീൽ ചെയറുകൾക്കാണ്. ട്രാഫിക് came to a halt to let them cross the road. റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടി ഇലക്ട്രിക് വീൽ ചെയറുകൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ടാൽ ചീറിപ്പാഞ്ഞു വരുന്ന ട്രാഫിക് അവിടെ നിൽക്കും, ഇവർ റോഡ് ക്രോസ് ചെയ്ത് കഴിയുന്നത് വരെ. The ramped pavements and the rounded curbs are very helpful to the disabled people. All places are accessible. Library, museum, restaurant, school, public toilet or theater. റോഡിന് ഇരുവശമുള്ള നടപ്പാതകളും അതിന്റെ ഉരുണ്ട അരികുകളുമൊക്കെ ഈ വിഭിന്ന ശേഷിക്കാർക്ക് വളരെ സഹായകരമാണ്. ആ പ്രദേശത്ത് ഏത് സ്ഥലത്തും വിഭിന്ന ശേഷിക്കാർക്ക് വളരെ സൗകര്യപ്രദമായി എത്തിച്ചേരാം. മുകളിൽ സൂചിപ്പിച്ച ആ സ്ഥലങ്ങളിലൊക്കെ. Well, this is paragraph number 3. Now, here is paragraph number 4. The Center for Independent Living was another disabled friendly place. It trained the disabled people how to manage their lives. വിഭിന്ന ശേഷി സൗഹൃദമായിട്ടുള്ള അവിടുത്തെ മറ്റൊരു സ്ഥലമാണ് സെന്റർ ഫോർ ഇൻഡിപെൻഡന്റ് ലിവിംഗ്. ഇത്തരക്കാർക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെ പറ്റി പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥലമാണത്. ദി അറ്റൻഡൻസ് there helped them with daily living functions. നിത്യവുമുള്ള ദിനചര്യകളിൽ അവിടുത്തെ സഹായികൾ ഈ ആളുകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. The disabled people themselves were in charge and placed in positions of power. ആ സെന്ററിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ വിഭിന്ന ശേഷിക്കാർ തന്നെയാണ്. മിക്ക അധികാര സ്ഥാനങ്ങളിലും അവർ തന്നെ. They also managed their personal attendants. അവരുടെ സഹായികളെ നിയമിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അവരെ പിരിച്ചുവിടുന്നതും ഒക്കെ ഈ വിഭിന്ന ശേഷിക്കാർ തന്നെയാണ്. The disabled felt very comfortable. അങ്ങനെ ഈ വിഭിന്ന ശേഷിക്കാരുടെ ജീവിതം അവിടെ വളരെ പരമാനന്ദം തന്നെ. Well, this is paragraph number 4. Now, here is the last paragraph. Malini worked for the disabled people in India. ഇന്ത്യയിലെ വിഭിന്ന ശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി മാലിനി ചിബ് പ്രവർത്തിച്ചു. She founded an organization called ADAPT. ADAPT എന്ന ഒരു സംഘടനയും അതിനുവേണ്ടി അവർ സ്ഥാപിച്ചു. It is a recreational club to help non-disabled and disabled people to meet and interact. വിഭിന്ന ശേഷിക്കാരും അല്ലാത്തവരുമായ എല്ലാ ആളുകൾക്കും ഒത്തുകൂടാനും സൗഹൃദം പങ്കുവയ്ക്കാനുമുള്ള ഒരു വേദിയാണ് അത്. In this way, the author was able to break the barriers that restricted the life of disabled people. ഇത്തരത്തിൽ വിഭിന്ന ശേഷിക്കാരായ ആളുകളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിബന്ധങ്ങളെ വളരെ വിജയകരമായി തരണം ചെയ്യുവാൻ അവർക്ക് സാധിച്ചു. Her life is an inspiration to the disabled people all over the world. ലോകമെമ്പാടുമുള്ള വിഭിന്ന ശേഷിക്കാരായ ആളുകൾക്ക് നമ്മുടെ മാലിനി ചിബിന്റെ ജീവിതം ഒരു വലിയ പ്രചോദനമാണ്. Friends, this is the essay. Now, take a look at the short answer questions. Here is question number 1. Why was the narrator pleasantly surprised at the University town of Berkeley? University town of Berkeley എത്തിയപ്പോൾ നമ്മുടെ കഥാകാരി ആശ്ചര്യപ്പെടാൻ കാരണമെന്ത്? ഇതാണ് ചോദ്യം. When the narrator found so many electric wheelchairs at the University town of Berkeley, she was pleasantly surprised. Wheelchairs had the right of way. The traffic came to a halt just to let them cross the road. എണ്ണമറ്റ ഇലക്ട്രിക് വീൽ ചെയറുകൾ അവിടെ കണ്ടപ്പോൾ നമ്മുടെ മാലിനി ചിബ് ആശ്ചര്യപ്പെട്ടുപോയി. ആ സ്ഥലത്ത് പ്രഥമ പരിഗണന ഇലക്ട്രിക് വീൽ ചെയറുകൾക്കാണ്. റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടി ഇലക്ട്രിക് വീൽ ചെയറുകൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ടാൽ ചീറിപ്പാഞ്ഞു വരുന്ന ട്രാഫിക് അവിടെ നിൽക്കും. Now, short answer question number 2. Why is it advisable for a disabled person to have an electric wheelchair
at the University in Berkeley. ആ യൂണിവേഴ്സിറ്റിയിൽ വിഭിന്ന ശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ഉള്ളത് നല്ലതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. Now, here is the answer. The campus is located on a hill and it is advisable for a disabled person to have an electric wheelchair. ഒരു കുന്നിൻ മുകളിലാണ് ആ ക്യാമ്പസ്. അതുകൊണ്ട് ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഉള്ളത് എന്തുകൊണ്ടും ഒരു വിഭിന്ന ശേഷിക്കാരനെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. Besides mobility, it gives the disabled person a sense of freedom. സഞ്ചാരം എളുപ്പമാക്കുന്നു എന്നത് മാത്രമല്ല, താൻ സ്വതന്ത്രനാവുന്നു എന്ന ഒരു വലിയ തോന്നലും ഉണ്ടാകും. Well, this is the answer. Now, here is short answer question number 3. What are the difficulties faced by a person who cannot walk in India? നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം. In India, most buildings are not wheelchair friendly. ഇന്ത്യയിൽ മിക്ക കെട്ടിടങ്ങളും വീൽ ചെയർ സൗഹൃദങ്ങളല്ല. It is very difficult to enter even 5-star hotels, art galleries or parks in India because there are no ramps for wheelchairs. ആവശ്യത്തിന് റാമ്പുകൾ ഇല്ലാത്തത് കാരണം നമ്മുടെ നാട്ടിലെ 5-star ഹോട്ടലുകൾ, ആർട്ട് ഗ്യാലറികൾ, പാർക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും വിഭിന്ന ശേഷിക്കാരായ ആളുകൾക്ക് പോകാൻ കഴിയില്ല. Well, this is the answer. Now, short answer question number 4. Why did the disabled people in Berkeley argue that nobody is completely independent? ആരും തന്നെ പൂർണ്ണമായും സ്വതന്ത്രരല്ല എന്ന് ബാർക്ലിയിലെ വിഭിന്ന ശേഷിക്കാർ പറയാൻ കാരണമെന്ത്? ഇതാണ് ചോദ്യം. The disabled people in Berkeley argued that nobody is completely independent. Even normal people would need the help of a carpenter, a plumber or an electrician. അവർ പറയുന്നത് ഈ ലോകത്തിൽ ആരും തന്നെ പൂർണ്ണമായും സ്വതന്ത്രരല്ലെന്നാണ്. കാരണം സാധാരണ ആളുകൾക്കും മരപ്പണിക്കാർ, പൈപ്പ് നന്നാക്കുന്ന പ്ലംബർ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ആളുകളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. Similarly, a disabled person can take help from others. അതുപോലെ തന്നെ ഒരു വിഭിന്ന ശേഷിക്കാരന് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നതിന് ഒരു മടിയും തോന്നേണ്ട കാര്യമില്ല. Well, this is the answer. Now, short answer question number 5. What are society's stereotypical concepts about disabled people? വിഭിന്ന ശേഷിക്കാരെ പറ്റി നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിരം സങ്കല്പം എന്താണ്? ഇതാണ് ചോദ്യം. Now, here is the answer. Society considers disabled persons as extremely dependent and helpless. Many people see their deformity and disability first. പൂർണ്ണമായും നിസ്സഹായരും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്തവരുമായിട്ടാണ് നമ്മുടെ സമൂഹം വിഭിന്ന ശേഷിക്കാരെ കാണുന്നത്. ഇത്തരക്കാരുടെ അംഗവൈകല്യവും കഴിവില്ലായ്മയുമാണ് നമ്മുടെ ആളുകൾ ആദ്യം കാണുന്നത്. Well, this is the answer. Now, short answer question number 6. Who is Maya? Maya is a Nepalese woman in her mid-40s who was hired as a personal attendant to Malini Chib. ഏതാണ്ട് 40-50 ഇടയ്ക്ക് പ്രായമുള്ള ഒരു നേപ്പാൾക്കാരിയാണ് മായ. നമ്മുടെ മാലിനി ചിബിന്റെ സഹായിയാണ് അവർ. Now, short answer question number 7. What is ADAPT? ADAPT is the acronym for Able Disabled All People Together. It is a recreational club set up by Malini Chib to help non-disabled and disabled people to meet and interact. Able Disabled All People Together എന്നതിന്റെ ആദ്യ അക്ഷരങ്ങളെല്ലാം കൂടി ഉണ്ടാവുന്ന അബ്രിയേഷനെ ഒരു വാക്കായി വായിച്ചെടുത്താൽ അഡാപ്റ്റ് എന്ന് കിട്ടും. ഇങ്ങനെയുള്ള ഈ അബ്രീവിയേഷനെ ഒരു വാക്കായി വായിക്കുന്നതാണ് ആക്രോണിം. ഉദാഹരണത്തിന് NASA, നാസ, യുനെസ്കോ, ഇതൊക്കെ ആക്രോണിംസ് ആണ്. അംഗവൈകല്യം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും കൂടി ഒത്തുകൂടി വിനോദത്തിനും സൗഹൃദം പങ്കുവയ്ക്കാനും വേണ്ടി നമ്മുടെ മാലിനി ചിബ് സ്ഥാപിച്ച ഒരു റിക്രിയേഷൻ ക്ലബ് ആണത്. Now friends, take a look at the last short answer question. In which subject did Malini Chib get admission
at the Oxford Polytechnic. ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ നമ്മുടെ മാലിനി ചിബിന് അഡ്മിഷൻ കിട്ടിയത് ഏത് വിഷയത്തിലാണ്? ഇതാണ് ചോദ്യം. മാലിനി ചിബ് got admission for the publishing course at the Oxford Polytechnic. പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിലാണ് അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. Well, friends, these are the short answer questions. Now, take a look at the paragraph questions. Here is question number 1. Why is the university town of Berkeley recognized as a disabled friendly place? ഈ യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബാർക്ലി ഒരു വിഭിന്ന ശേഷി സൗഹൃദ സ്ഥലമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. Now, here is the answer. The University town of Berkeley is a disabled friendly place. There are so many electric wheelchairs in the university town. അതെ, അത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, ഒരു വിഭിന്ന ശേഷി സൗഹൃദ സ്ഥലമാണ്. അവിടെ ധാരാളം ഇലക്ട്രിക് വീൽ ചെയറുകളുണ്ട്. The wheelchairs have the right of way. Traffic stops to let them cross the road. മുൻപ് നമ്മൾ വിശദീകരിച്ച മാതിരി ആ സ്ഥലത്ത് റോഡിൽ മുൻഗണന ഇലക്ട്രിക് വീൽ ചെയറുകൾക്ക് തന്നെയാണ്. അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് കണ്ടാൽ എത്ര ഭീകര ട്രാഫിക്കും അവിടെ നിൽക്കും. The rammed pavements and the rounded curbs are disabled friendly. റോഡിന് ഇരുവശത്തുള്ള നടപ്പാതകളും ആ നടപ്പാതകളുടെ ഉരുട്ടി വച്ചിരിക്കുന്ന അരികുകളും ഈ ആളുകളെ ഉദ്ദേശിച്ചുള്ളവയാണ്. All places are accessible. Library, restaurant, museum, school, public toilet or theater. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വിഭിന്ന ശേഷിക്കാരായ ആളുകൾക്ക് യഥേഷ്ടം കടന്നു ചെല്ലാൻ പാകത്തിലുള്ളവയാണ്. There are several organizations that deal with the disabled students and fight for their rights. ഒരുപാട് സംഘടനകളുണ്ട് അവിടെ വിഭിന്ന ശേഷിക്കാരായ വിദ്യാർത്ഥികളെ സഹായിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും. The Center for Independent Living train them how to manage their lives. ഇത്തരത്തിലുള്ള ആളുകളെ സ്വയം ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സെന്റർ ഫോർ ഇൻഡിപെൻഡന്റ് ലിവിംഗ് എന്ന ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. The Attendants help them with daily living function. ദിവസവുമുള്ള ദിനചര്യകളിൽ അവരെ സഹായിക്കാൻ അവിടെ ധാരാളം സഹായികളുണ്ട്. The disabled feel very comfortable in such a place. ഇങ്ങനെയുള്ള ഈ സ്ഥലം വിഭിന്ന ശേഷിക്കാരുടെ ഒരു സ്വർഗം തന്നെയാണ്. Well, this is answer to paragraph question number 1. Now, here is paragraph question number 2. What is particular about the Center for Independent Living? ഈ Center for Independent Livingന്റെ പ്രത്യേകത എന്താണ്? ഇതാണ് ചോദ്യം. The Center for Independent Living is recognized as a disabled friendly place. അതൊരു വിഭിന്ന ശേഷി സൗഹൃദ കേന്ദ്രമായി അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ്. It has a lot of facilities for the disabled persons. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായി അവിടെ ധാരാളം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. It trains the disabled people how to manage their lives. വിഭിന്ന ശേഷിക്കാർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവിടെ നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട്. The attendants there help the disabled with daily living functions. ദിനചര്യകളിൽ അവരെ സഹായിക്കാൻ അവിടെ ധാരാളം സഹായികളുണ്ട്. The disabled people themselves are in charge and placed in positions of power. ആ കേന്ദ്രത്തിന്റെ നിയന്ത്രണാധികാര സ്ഥാനങ്ങളിലൊക്കെ വിഭിന്ന ശേഷിക്കാരാണ്. They hire and fire their personal attendants. സ്വന്തം സഹായികളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ഒക്കെ അവർ തന്നെ. Disabled persons more severe than the narrator are in positions of power heading disability organizations. നമ്മുടെ മാലിനി ചിബിനേക്കാൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലുള്ള ആളുകൾ അവിടെ അധികാര കസേരകളിൽ ഇരിക്കുന്നുണ്ട്, പല സംഘടനകളുടെയും തലപ്പത്ത്. In Berkeley, disabled people prefer to hire outsiders and not their own family members and friends to help them. It avoids emotional attachment. സഹായികളായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അവിടെ വെക്കാറില്ല. വൈകാരികമായ അടുപ്പം ഒഴിവാക്കാൻ അതാണ് നല്ലത്. Well, friends, now take a look at the last paragraph question. How do personal attendants help a disabled person? വിഭിന്ന ശേഷിക്കാരനായ ഒരാളെ അദ്ദേഹത്തിന്റെ സഹായിയായി നിൽക്കുന്നയാൾ എപ്രകാരമാണ് സഹായിക്കുന്നത്? ഇതാണ് ചോദ്യം. Attendants help disabled persons to live a normal life. ഒരു വിഭിന്ന ശേഷിക്കാരന് സാധാരണ ജീവിതം നയിക്കാൻ ഇക്കൂട്ടരാണ് അദ്ദേഹത്തെ സഹായിക്കാറുള്ളത്. Nobody is completely independent. A normal person would need a carpenter, a plumber or an electrician perhaps. ഈ ലോകത്ത്
ആരും തന്നെ പൂർണ്ണമായും സ്വതന്ത്രരല്ലോ. ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ ഒരു കാർപ്പന്റർ, ഒരു പ്ലംബർ, ഒരു ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ആളുകളുടെ സഹായം വേണ്ടിവരുമല്ലോ. The disabled too are dependent on getting help to enable independent living. ഒരു സ്വതന്ത്ര ജീവിതം നയിക്കാൻ വേണ്ടി വിഭിന്ന ശേഷിക്കാരും ചിലരെയൊക്കെ ആശ്രയിക്കുന്നു. അത്രയേ ഉള്ളൂ. A disabled person instructs his attendant about the ways he would like to be helped. ഈ വിഭിന്ന ശേഷിക്കാർക്ക് ഏതു തരത്തിലുള്ള സഹായമാണ് വേണ്ടതെന്ന് അവർ തന്നെ സഹായികൾക്ക് നിർദ്ദേശം കൊടുക്കും. He is taught how to train his or her own personal attendant. സഹായികളെ പരിശീലിപ്പിക്കാനും ഈ കൂട്ടരെ പഠിപ്പിക്കും. A personal attendant helps disabled people with daily living functions, keeping in mind their needs. ആവശ്യത്തിനനുസരിച്ച് ദിനചര്യകളിൽ സഹായികൾ അവരെ സഹായിക്കും. This interdependence is necessary if the disabled persons are to contribute something positive to the society. വിഭിന്ന ശേഷിക്കാർ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്പര ആശ്രയം അത്യന്താപേക്ഷിതമാണ്. Well, friends, this is the answer. ഇനി 1-2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കൂടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അവയുടെ ഉത്തരങ്ങൾ വളരെ ലളിതമായി ഈ കാണുന്ന PDF ലുണ്ട്. ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നല്ല പച്ചവെള്ളം പോലെ അത് മനസ്സിലാവും. So friends, thank you for being with me. See you soon with another video. Until then, bye bye.